വണ്ടി ഓടിച്ച് പഠിക്കാനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക. ആവശ്യം കഴിഞ്ഞ് നമുക്ക് വാഹനം സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇങ്ങനത്തെ വാഹനങ്ങൾ ഒരുപാട് ആളുകൾ അന്വേഷിച്ചിറക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ 1,20,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇത് 1,60,000 രൂപയാണ് ചോദിക്കുന്നത്. 1,60,000. 1,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. നമ്മൾ 2,30,000 രൂപയാണ് ചോദിക്കുന്നത്. 2,35,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. കച്ചവടവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ പറയുന്ന പ്രൈസിൽ നിന്ന് കുറച്ച് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഷോറൂമിലേക്ക് വരെ ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. കാറില്ലാന്ന് കരുതിയിട്ട് ഇപ്പം നമുക്ക് ഓടിച്ചതിൻ്റെ യൂസർ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റണം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതേപോലെയുള്ള സർട്ടിഫൈഡ് യൂസർ ഷോറൂമുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാൻ പോവുകയാണ്. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ഇത്തവണ നേരത്തെ ഉണ്ട്. കൊടൂര മഴയാണ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും കാറില്ലാതെ പറ്റില്ല. അപ്പോൾ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് യൂസർ കാറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് ഹ്യുണ്ടായുടെ, അതായത് വാഹന നിർമ്മാതാക്കളെ ഭീമന്മാരായിട്ടുള്ള ഹ്യുണ്ടായുടെ ഓതറൈസ്ഡ് സർട്ടിഫൈഡ് യൂസർ ഷോറൂമാണ് ഹ്യുണ്ടായി പ്രോമിസ്, ചേരനല്ലൂർ, എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഷോറൂമിന്റെ സ്റ്റോക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചെറുവാഹനം ഉണ്ട്, വലിയ വാഹനം ഉണ്ട്, അതുപോലെ തന്നെ ഹ്യുണ്ടായി കാറുകൾ മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങളും നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എല്ലാത്തരം കസ്റ്റമേഴ്സിനും വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ്. ഇന്ന ആൾക്കെന്നുള്ള പ്രത്യേകം നമ്മൾ മാറ്റി പറയുന്നില്ല. സാധാരണക്കാർക്കും വരാൻ, കുറച്ച് ബഡ്ജറ്റ് കൂടിയ വാഹനങ്ങൾ അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്കും വരാൻ പറ്റുന്ന ഷോറൂമാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട്. പോരാത്തതിന് ഓരോ വാഹനത്തിന്റെ ഉള്ളും പുറവും ഒക്കെ വളരെ വിശദമായിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഈ ഒരു ഷോറൂമിലത്തെ ഫുൾ സ്റ്റോക്ക് കാണാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഹ്യുണ്ടായുടെ ഓതറൈസ്ഡ് യൂസർ ഷോറൂമായിട്ടുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ ഹ്യുണ്ടായി പ്രോമിസ് എന്ന് പറയുന്ന ഷോറൂമിലാണുള്ളത്. ഈ മാസം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. അതിന് മുന്നേ നമ്മളിപ്പോൾ സാധാരണ വേറെ ഷോറൂമുകൾ അപേക്ഷിച്ച് ഇതുപോലുള്ള സർട്ടിഫൈഡ് യൂസർ ഷോറൂമിലേക്ക് വരുമ്പോൾ എടുക്കാൻ വരുന്ന കസ്റ്റമർ എന്താണ് ഗുണം? നമ്മൾ ഓൾമോസ്റ്റ് വണ്ടി ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. മെക്കാനിക്കലും അതുപോലെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. കൂടാതെ നമുക്കൊരു 7 വർഷത്തിനുള്ളിലുള്ള വണ്ടികൾക്ക് 1 ഇയർ വാറണ്ടിയും 2 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. 10 വർഷത്തിനുള്ളിലാണെങ്കിൽ 6 മാസത്തെ വാറണ്ടിയും 1 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഹ്യുണ്ടായുടെ ഇത് ഷോറൂമിൽ പോയാലും കിട്ടും. ഹ്യുണ്ടായുടെ വണ്ടികൾക്കാണ് നമ്മൾ വാറണ്ടി കൊടുക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷനാണ് അറിയേണ്ടത്. കറക്റ്റ് ഇവിടെ വരാൻ എങ്ങനെ? നമ്മളിത് എറണാകുളം ചേരാനല്ലൂര് സിഗ്നൽ ജംഗ്ഷനിലാണ് ഷോറൂം വരുന്നത്. സിഗ്നൽ ജംഗ്ഷൻ. അപ്പോൾ നമ്മൾ മെയിൻ ഹൈവേ തന്നെ നമുക്ക് ഈ ഒരു വഴി പോകുമ്പോൾ തന്നെ കാണാനൊക്കെ പറ്റും. ആദ്യമായിട്ട് ഹ്യുണ്ടായി കമ്പനിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രെറ്റയിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് മോഡൽ 2017 ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസൽ മാനുവൽ ആണ് വരുന്നത്. ഡീസൽ മാനുവൽ ഏതാ വേരിയന്റ്? ഏതാ? ഇ പ്ലസ് ആണ് വേരിയന്റ്. ഇ പ്ലസ്. ഈ ഒരു ക്രെറ്റ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 84,000 അടുത്താണ് ഓടിയിരിക്കുന്നത്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. എല്ലാം ഉണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ക്ലെയിംസ് ഒന്നുമില്ല. ഒന്നുമില്ല. ഈ ഇ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്? ഇത് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതിൽ അഡീഷണൽ അലോയ്സ് ചെയ്തിട്ടുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടയർ കണ്ടീഷൻ ആണെങ്കിലും ഒരു 80% ഒക്കെ ഓക്കെ ആണല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. പിന്നെ ഇതിപ്പോ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ മാറുമ്പോൾ എല്ലാം നിങ്ങൾ നോക്കില്ലേ? എല്ലാം നിങ്ങൾ ചേഞ്ച് ചെയ്യില്ല. ഓക്കെ. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് നമ്മൾ 8,25,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നെഗോഷ്യബിൾ ആയിരിക്കും. പിന്നെ സർട്ടിഫൈഡ് വാഹനമായതുകൊണ്ട് തന്നെ വാറന്റി കാര്യങ്ങളുണ്ട്. ഇതിപ്പോ 17 മോഡലാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇതിന് 6 മാസം വാറന്റി, ഒരു ഫ്രീ സർവീസ് ഉണ്ട്. ഈ പറയുന്ന വാറന്റി സർവീസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ വേറെ ക്ലെയിമോ മേജർ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ലോൺ ഫെസിലിറ്റി ഉണ്ട്. നമുക്കൊരു വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 85% ഒക്കെ എന്തായാലും ലോൺ കിട്ടും. 85% നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ മാത്രമായാൽ മതി. മാക്സിമം ഇവർ തന്നെ ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അല്ലേ? ഒരു ലോ ബഡ്ജറ്റ് ചെറിയ വാഹനം ആഗ്രഹിച്ച് നടക്കുന്നവർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു വാഹനം ഇപ്പം നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ഹ്യുണ്ടായുടെ ഇയോൺ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2012 ആണ് മോഡൽ, സിംഗിൾ ഓണർ ആണ്, എറ പ്ലസ് ആണ് വേരിയന്റ്. എറ പ്ലസ്. ഈ വാഹനം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 57,000 കിലോമീറ്റർ ആണ്. 57,000 കിലോമീറ്റർ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ? ഈ എറ പ്ലസിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? പവർ വിൻഡോ 2 ഡോർ ആണ്, പവർ സ്റ്റിയറിംഗ് ആണ്, AC, സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ചെറിയ വാഹനത്തിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 90% ടയർസും കാര്യങ്ങളുണ്ട്. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. അതിലും മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമല്ലേ? ഒരു 18-20 റേഞ്ചിൽ എന്തായാലും മൈലേജ് കിട്ടും. മൈലേജ് സെഗ്മെന്റ് വാഹനം അന്വേഷിച്ചിറക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 1,60,000 രൂപയാണ് ചോദിക്കുന്നത്. 1,60,000. ഇത് 2018 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർ ആണ്, VXi ആണ് വേരിയന്റ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് VXi അല്ലേ? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 56,000 അടുത്താണ് ഓടിയിരിക്കുന്നത്. 56,000. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ്. എല്ലാം ഉള്ളതാണ്. ഇത് പെട്രോൾ വാനാണ്. ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങൾ എങ്ങനെ വരുന്നത്? ഇത് 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. റിമോട്ട് സെന്ററിലും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ? പുതിയ ടയേഴ്സ് ആണ് വാഹനത്തിനുള്ളത്. ഫോഗ് ലാംപ്സും കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റർ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും VXi തന്നെ വരുന്നുണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 5,50,000 രൂപയാണ് ചോദിക്കുന്നത്. 5,50,000. ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി വാഹനം, ചെറിയൊരു വാഹനം അന്വേഷിച്ചിറക്കുന്നവർക്ക് ഹ്യുണ്ടായുടെ ഇയോൺ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്.
ഇത് 2016 മോഡൽ വരുന്നത്. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ ഒരു 55,000 അടുത്താണ് ഓടിയിരിക്കുന്നത്. 55,000 കിലോമീറ്റർ. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടൂല്ലേ? ഏതാ വേരിയന്റ് ഏതാ? എറാ പ്ലസ് ആണ്. എറാ പ്ലസ്. എന്തൊക്കെയാ ഫീച്ചേഴ്സ് വരിക? ഇതില് പവർ സ്റ്റിയറിംഗ് ആണ്, AC, 2 ഡോർ പവർ വിൻഡോ, പിന്നെ സെൻട്രൽ ലോക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ക്ലെയിംസ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? നമ്മള് 2,30,30,000 രൂപയാണ് ചോദിക്കുന്നത്. 2,35,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. കച്ചവടവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പറയുന്ന പ്രൈസിൽ നിന്ന് കുറച്ച് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഷോറൂമിലേക്ക് വരെ ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2007 മോഡൽ വരുന്നത്. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 84,000 അടുത്ത് ഓടിയിട്ടുള്ളൂ. 84,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. ഇത് വാഗനർ LXi ആണോ VXi ആണോ? LXi വേരിയന്റ് അല്ലേ? അത്യാവശ്യം AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എല്ലാം ഉണ്ട്. പിന്നെ സീറ്റിംഗ് കാര്യങ്ങളും കുഴപ്പമില്ല. കണ്ടീഷൻ ടയേഴ്സ് ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. 2027 വരെ പേപ്പറും കാര്യങ്ങളുണ്ട്. പിന്നെ മേജർ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ക്ലെയിം ഒന്നുമില്ല. ഇത് കണ്ടീഷൻ വാഹനമായതുകൊണ്ടാണ് ഇത്രയും വലിയ ഷോറൂമിൽ ഇതിവിടെ ഫ്രണ്ടിൽ തന്നെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുള്ളത്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഒരു വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 1,20,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അപ്പോൾ ഹോണ്ടയുടെ ജാസിലെ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2017 മോഡൽ വരുന്നത്. സിംഗിൾ ഓണർ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ? ഏത് വേരിയന്റ്? ഫുൾ ഓപ്ഷൻ V ആണ് വരുന്നത്. V ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത് അല്ലേ? ഓണർഷിപ്പ് എത്ര എന്ന് പറഞ്ഞാൽ? സിംഗിൾ യൂസ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? ഇത് ഒരു 55,000 കിലോമീറ്റർ ഓടിയിരിക്കും. 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ V എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതിൽ ABS, എയർ ബാഗ്, റിവേഴ്സ് ക്യാമറ, ഡിസ്പ്ലേ, പാർക്കിംഗ് സെൻസർ, പിന്നെ ക്വാളിറ്റി സീറ്റ് ഒക്കെയാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല കണ്ടീഷൻ ടയർ, ഏകദേശം 80% ടയേഴ്സ് വിത്ത് അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്നത്. അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 5 ലക്ഷം രൂപ ചോദിക്കുന്ന പ്രൈസ്. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ഒരു 85% വരെ നമുക്ക് ലോൺ ചെയ്യാം. അടുത്തായിട്ട് കാറുകളിലെ ആനവണ്ടി എന്നറിയപ്പെടുന്ന ടാറ്റ സഫാരിയിലെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2021 മോഡൽ വരുന്നത്. സിംഗിൾ ഓണർ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഏതാ വേരിയന്റ്? XZ+ ആണ് വേരിയന്റ്. അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 38,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. വെറും 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ വാഹനമാണ്. എന്നിരുന്നാലും 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ ഫുൾ ഓപ്ഷനിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എടുത്ത് പറയാനുള്ളത്? ഇതിൽ സൺറൂഫ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ്, ടച്ച് സ്ക്രീൻ, പാർക്കിംഗ് സെൻസർ, ക്യാമറ, അലോയ് വീൽസ് എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് നമ്മൾ 17 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 17 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അടുത്തായിട്ട് ഹ്യുണ്ടായുടെ i20 പരിചയപ്പെടാം. അതും ഓൾഡ് പ്രൈസിൽ വരുന്ന വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് അതിന് തന്നെ. ഇത് 2011 മോഡൽ വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ ഒരു 1,24,000 ഓടിയിട്ടുണ്ട്. 1,24,000 കിലോമീറ്റർ. ഇത് പെട്രോൾ ഡീസലാണ്. മാനുവൽ. ഏതാ വേരിയന്റ്? വേരിയന്റ് സ്പോർട്സ് ആണ്. സ്പോർട്സ്. അന്നത്തെ കാലത്ത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യം എല്ലാ ഫംഗ്ഷൻസും വരുന്നുണ്ട്. എന്തൊക്കെയാണ് വരുന്നത്? ABS, എയർ ബാഗ് വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ഉണ്ട്. അത് അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, പിന്നെ അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് നമ്മൾ 1,75,000 രൂപയാണ് ചോദിക്കുന്നത്. 1,75,000 രൂപ. അടുത്തായിട്ട് വീണ്ടും ഹ്യുണ്ടായുടെ ക്രെറ്റ, വേറെ കളർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇതും 2017 മോഡൽ വരുന്നത്. സിംഗിൾ യൂസ് ആണ്. SX+ ആണ് വേരിയന്റ്. SX+ ആണ്. പെട്രോൾ മാനുവൽ. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 82,000 കിലോമീറ്റർ. ഹിസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരിക? ഫീച്ചേഴ്സ് വരുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. 4 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ്, അതുപോലെ ക്യാമറ, ഡിസ്പ്ലേ, പിന്നെ അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ്, കണ്ടീഷൻ ടയേഴ്സ്, അലോയ് വീൽ എല്ലാം ഉണ്ട്. ഇനി കസ്റ്റമറിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഉള്ള വാനാണ്. പിന്നെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ക്ലെയിംസ് ഒന്നുമില്ല. ഇത് സർട്ടിഫൈഡ് വാനാണോ? ഇത് 17 മോഡലാണ്. അതുകൊണ്ട് ഒരു 6 മാസം വാറണ്ടി, ഒരു ഫ്രീ സർവീസും കിട്ടും. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ 7,90,000 രൂപയാണ് ചോദിക്കുന്നത്. 7,90,000. അതിൽ നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടത്? ഒരു 50,000 രൂപയൊക്കെ മതിയാവും. ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. വരുന്ന കസ്റ്റമർ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആയാൽ മതി അല്ലേ? അടുത്തായിട്ട് വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാനും ചെറിയ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലോ ബഡ്ജറ്റ് വാഹനം ആഗ്രഹിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു കിടിലൻ വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്. 2007 മോഡല്. സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ ഒരു 1 ലക്ഷം അടുത്ത് ഓടിയിട്ടുണ്ട്. 1 ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഹ്യുണ്ടായി സാൻഡ്രോ അല്ലേ? ഈ വാഹനത്തിന്റെ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ അല്ലേ? 2027 വരെ പേപ്പർ ഉണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന് വെറും 70,000 രൂപ ചോദിക്കുന്നുള്ളൂ. 70,000 രൂപ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ അച്ഛനാകുമ്പോൾ ഉണ്ടാവില്ലേ? അടുത്തായിട്ട് വീണ്ടും ക്രെറ്റ തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2015 മോഡൽ വരുന്നത്. സിംഗിൾ യൂസ് ആണ്.
എസ് ആണ് വേരിയന്റ്. എസ് വേരിയന്റ്. പെട്രോൾ മാനുവൽ ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 75,000 കിലോമീറ്റർ ഓടിയിരിക്കും. 75,000 കിലോമീറ്റർ പെട്രോൾ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇതില് ABS, എയർ ബാഗ്, റിവേഴ്സ് ക്യാമറ, ഡിസ്പ്ലേ, പാർക്കിംഗ് സെൻസർ ഒക്കെ വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ആണെങ്കിൽ ഒരു 70% ഓക്കെയാണ്. ഓക്കെയാണ്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 6,50,000 രൂപയാണ് ചോദിക്കുന്നത്. 650. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഒരു 6 രൂപ വരെയൊക്കെ ലോൺ കിട്ടും. 6 രൂപ വരെ ലോൺ കിട്ടും. 620 വരെ ലോൺ ചെയ്യാൻ പറ്റുമോ? ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റുമോ? ഓക്കെ. ഹ്യുണ്ടായിയുടെ സാൻഡ്രോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2012 ആണ് മോഡൽ വരുന്നത്. സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ ഒരു 54,000 അടുത്താണ് ഓടിയിരിക്കുന്നത്. 54,000 കിലോമീറ്റർ. ഇത് ഏതാ വേരിയന്റ്? ഏതാ വേരിയന്റ്? സാൻഡ്രോ GLS ആണ്. GLS ആണ് വേരിയന്റ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവുക? അത് പവർ വിൻഡോ, 2 ഡോർ വരും, പവർ സ്റ്റിയറിംഗ് ആണ്, AC ആണ്. AC. അത്യാവശ്യം ആ ഒരു റേഞ്ചിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുള്ള വാഹനമാണ്. പിന്നെ കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളുണ്ടോ? ഇല്ല, മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് തരാം. നമ്മളിത് 1,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അടുത്തതായി വെഹിക്കിൾ വരുന്നത് പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഹ്യുണ്ടായി ടുസോൺ ആണ്. 2021 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 38,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, 4 വീൽ ഡ്രൈവ് കൂടിയാണ്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ പാനോറമിക് സൺറൂഫ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, റിയർ ക്യാമറ, പാർക്കിംഗ് സെൻസർ, ടച്ച് സ്ക്രീൻ, അതുപോലെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആയ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവ വരുന്നുണ്ട്. കൂടാതെ ഡ്രൈവർ സൈഡ് ആൻഡ് കോ ഡ്രൈവർ സൈഡ് ഇലക്ട്രോണിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റും വരുന്നുണ്ട്. അലോയ് വീൽസ് ആണ്. ടയർ കണ്ടീഷൻ ഒരു 80% ഓക്കെയാണ്. ഇത് ഹ്യുണ്ടായുടെ തന്നെ സർട്ടിഫൈഡ് വെഹിക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 1 ഇയർ വാറന്റി ആൻഡ് 2 ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില വരുന്നത് 24,50,000 രൂപയാണ്. അപ്പൊ നമ്മൾ ഈ ഷോറൂമിലത്തെ ഈ മാസം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിചയപ്പെട്ടു. നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഇവിടുത്തെ വന്ദനയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് ആണ് താല്പര്യമുണ്ടെങ്കിൽ പേജിൽ ഫോളോ ചെയ്യുക.